ഹലോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം എല്ലാവരും ഒട്ടുമിക്ക പറയുന്ന ഒരു സബ്ജക്റ്റാണ് ടഫ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. മാത്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് നമുക്ക് ചോദ്യങ്ങൾ അറിയണം, എങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്, ആ ചോദ്യങ്ങളെക്കുറിച്ച് നല്ലൊരു പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാത്സിൽ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓരോ വീഡിയോ ക്ലാസ് കാണുമ്പോഴും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുക, അതുപോലെ ആൻസറും എഴുതിയെടുത്തിട്ട് അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് തന്നെ നിങ്ങൾ മാറ്റി വെക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മാത്സ് നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പരീക്ഷ ആ ഒരു ടഫ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് മാറ്റി പരീക്ഷനെ നമുക്ക് ഈസി ആയിട്ട് കാണാം. അപ്പം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് നമുക്ക് SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2023 നടന്ന മോഡൽ എക്സാമിനേഷനകത്ത് ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എല്ലാവരും വായിച്ചേ. റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5, 12, 19. 5, 12, 19 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എന്താ. ഇവിടെ ഓരോ ടേം കഴിയുമ്പോഴും എത്ര വെച്ച് കൂടി വരുന്നു നോക്കിയേ. 5 കഴിഞ്ഞാൽ പിന്നെ 12 അല്ലേ, 7 വെച്ച് കൂടുന്നുണ്ട്. 12 കഴിഞ്ഞാൽ 19 ആവണമെങ്കിൽ എത്ര വെച്ച് 7 വെച്ചിട്ടാണ് കൂടി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. കോമൺ ഡിഫറൻസ് കാണാൻ എല്ലാവർക്കും അറിയാലോ. മുമ്പത്തെ ടേമിൽ നിന്ന് ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള ടേം മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 12ൽ നിന്ന് 5 കുറച്ചു, എത്ര കിട്ടി? 7. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 7. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 7 ആണെന്ന് മനസ്സിലായി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, അടുത്ത 2 ടേംസുകൾ, അടുത്ത 2 പദങ്ങൾ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ 19ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? നമ്മൾ 7 കൂട്ടിയാൽ മതി. 19ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 26. ഓക്കെ, അപ്പോൾ അടുത്ത ടേം കിട്ടി. ഇനി 26ൻ്റെ കൂടെ 7 കൂട്ടുക, അപ്പോൾ എത്ര കിട്ടി? 33. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ 2 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂലേ? യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Natural numbers from 1 to 10 are written on a paper slip and put in a box. If one slip is taken from the box without looking, then what is the probability of the number on the slip being a multiple of 3? ഞാനപ്പോൾ ഇത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ. ഇതിനകത്ത് പറയുന്നത് എന്താ, 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾ നമ്മൾ ഇതേപോലെ ഒരു ബോക്സിനകത്ത് സ്ലിപ്പ് രൂപത്തിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, അത് 1 മുതൽ 10 വരെയുള്ള നമ്പറാണ്. എന്നിട്ട് ഒരാളോട് ഇതിനകത്തുനിന്ന് ഒരു സ്ലിപ്പ് എടുക്കാൻ പറയാണ്. ഇതിനകത്ത് നിന്ന് ഒരു സ്ലിപ്പ് എടുക്കാൻ പറയുമ്പോൾ ആ എടുക്കുന്ന സ്ലിപ്പ് 3ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യതകൾ എത്ര? അപ്പോൾ നമ്മളിത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സ്ലിപ്പ് അതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 9 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ശരിക്കും എത്ര എണ്ണം ഉണ്ട് ഇതിനകത്ത്? 1, 2, 3. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3, 3ൻ്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 എണ്ണം അല്ലേ. 3 എണ്ണം ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 10 എണ്ണം അല്ലേ, ബൈ 10. ക്ലിയർ ആണോ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 3ൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടോ ബൈ ടോട്ടൽ എണ്ണമാണ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി പ്രോബബിലിറ്റിന്ന്. കുഴപ്പമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ABCD ഇസ് എ റെക്ടാങ്കിൾ. ആംഗിൾ CAB എത്രയാണ്? 30 ഡിഗ്രി. AC എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. എങ്കിൽ നിങ്ങളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് BC എത്രയാണ്, അതുപോലെ തന്നെ AB എത്രയാണ്. ഇതേത് പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണ്? ട്രിഗണോമെട്രി ആണ് അല്ലേ. അപ്പോൾ ട്രിഗണോമെട്രി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. നോക്കിയേ, ഇതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മട്ടത്രികോണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രി വരുമ്പോഴാണ് അതിനെ എന്തെന്ന് വിളിക്കുക? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മളെ ചോദ്യത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഇതേപോലെ ഒരു റെക്ടാങ്കിൾ അല്ലേ അല്ലേ. ABCD എന്ന് പറയുന്ന റെക്ടാങ്കിൾ, അതിനകത്ത് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരുന്നില്ലേ. ആ റൈറ്റ് ട്രയാങ്കിളിനെ ഞാൻ ഈ സെപ്പറേറ്റ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ട്രിഗണോമെട്രിയിലെ പ്രധാന ക്വസ്റ്റ്യൻസുകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനകത്ത് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ത്രികോണമാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആംഗിൾ ഇവിടെയല്ലേ 30 ഡിഗ്രി. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു ആംഗിൾ തന്നിരിക്കും, ഇത് 30 ഡിഗ്രി. ഓക്കെ, ആ 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് കണ്ട, ഈ 30 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് എതിർവശത്ത് കിടക്കുന്ന സൈഡാണ് എന്ത്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഈ വശത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്പോസിറ്റ് സൈഡ്. ഞാൻ ഓപ്പോ എന്ന് ചുരുക്കി എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ്.
ഇനി ഈ 90 ഡിഗ്രി കണ്ട, ഈ 90 ഡിഗ്രിക്ക് കിടക്കുന്നതാണ് എന്ത്, ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. ഹൈപ്പോട്ടനസ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും, അതിനകത്ത് മാറ്റം വരാറില്ല. ഓപ്പോസിറ്റും അഡ്ജസൻ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറ്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന വശമാണ് എന്ത്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള ആംഗിൾ എവിടെയാണോ നോക്കുക, ആ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഏത്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്നത്, ഈ ആംഗിളിൻ്റെ തൊട്ടടുത്ത് വരുന്ന വശമാണ് ഏത്, അഡ്ജസൻറ്റ് സൈഡ്. തൊട്ടടുത്ത് ഹൈപ്പോട്ടന്യൂസ് അല്ലാതെ വരുന്ന മറ്റേ വശമാണ് ഏത്, അഡ്ജസൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഏത് ട്രയാങ്കിൾ തന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഹൈപ്പോട്ടനസ് ഏതാണ്, ഓപ്പോസിറ്റ് ഏതാണ്, അഡ്ജസൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എളുപ്പമല്ലേ? എങ്കിൽ ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ പറയണം ഏതാണ് ഓപ്പോസിറ്റ് ഏതാണ് അഡ്ജസൻ്റ്, നിങ്ങൾ എനിക്ക് കണ്ടെത്തി തരണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആംഗിൾ തന്നിരിക്കുന്നത് ഇവിടെയാണ് 30 ഡിഗ്രി. ഓക്കെ, എങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ, ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ, ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പേരിൽ തന്നെ ഉണ്ടല്ലേ, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കും, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, ഇതാണ് എന്ത്, ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇതേതായിരിക്കും ഓട്ടോമാറ്റിക്കലി, അഡ്ജസൻറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സൈൻ തീറ്റ, 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഒന്ന് പഠിക്കണം, സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, കോസ് തീറ്റ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. പിന്നെ ട്രിഗണോമെട്രിയുടെ വാല്യൂസ് അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ആണ്. സൈൻ 30ൻ്റെ വില 1/2, സൈൻ 45ൻ്റെ വില 1/√2, സൈൻ 60ൻ്റെ വില √3/2. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെ കാണാണ്ട് പഠിക്കണം എന്നുള്ളത്. ആകെ നിങ്ങൾ ഈ ഒരു വരി മാത്രം പഠിച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ ഫസ്റ്റത്തെ റോ മാത്രം നിങ്ങൾ പഠിച്ചാൽ ബാക്കി ഈ 6 എണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, സൈൻ 30ൻ്റെ വില നമുക്കറിയാം 1/2 അല്ലേ, ഇത് 1/√2 √3/2. ഇത് തന്നെ നേരെ തല തിരിച്ച് എഴുതിയേ, ഇത് തന്നെ നേരെ കോസിൻ്റെ വാല്യൂസ് ചോദിക്കുമ്പോൾ തല തിരിച്ച് എഴുതുക. √3/2 ഇവിടെ എഴുതി കണ്ട, 1/√2 ഇവിടെ എഴുതി, 1/2 ഇവിടെ എഴുതി കണ്ട. നമ്മൾ ഇങ്ങനെ എഴുതിയത് ഈ ലാസ്റ്റിൽ നിന്ന് ഇവിടെ നിന്ന് എഴുതുക കണ്ട, √3/2 1/√2 1/2. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റോ എഴുതാൻ പറ്റിയില്ലേ. മൂന്നാമത്തെ ടാൻ്റെ വാല്യൂ ചോദിച്ചാൽ എഴുതാൻ എന്താ എളുപ്പമാർഗം, ഈ മുകളിലത്തെ നമ്പർ, ഓക്കെ, സൈൻ്റെ ഇവിടുത്തെ മുകളിലത്തെ നമ്പർ ബൈ താഴത്തെ √3. താഴത്തെ √3 മീൻസ് ഈ മുകളിലുള്ള ഈ നമ്പറും അത് മാത്രം നോക്കിയാൽ മതി. അപ്പം ഇതേ ബൈ ഇത്, അതാണ് ഇത് ടാൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പം 1/√3. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1/1 എന്ന് പറഞ്ഞാൽ എന്തിനാണ്, 1 തന്നെയല്ലേ. ഇനി അടുത്തത് √3/1, √3/1 എന്ന് പറഞ്ഞാൽ എന്താണ്, √3 ആണ്. അപ്പോൾ ഈ വാല്യൂസ് പഠിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ഈ ടേബിൾ എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കി നിങ്ങളെല്ലാവരും, ഇവിടെ നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് BC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. BC അല്ലേ, BC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ആംഗിളിൻ്റെ എന്തായിട്ട് വരും, ഇത് ഓപ്പോസിറ്റ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും ഹൈപ്പോട്ടനസും കണ്ടുപിടിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഇതാണ്, പിന്നെ ഇതേതാണ്, ഹൈപ്പോട്ടനസ് ആണ്, ഇതേതാ, അഡ്ജസൻ്റ് ആണ്. ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടോ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് BC അല്ലേ, BC എന്ന് പറയുന്നത് ശരിക്കും ആരാ, ഓപ്പോസിറ്റ്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ടാ, എവിടെയെങ്കിലും ഒരു സൈഡ് തന്നിട്ടില്ലേ, അത് ഏത് സൈഡാ, ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട് അല്ലേ. ഓപ്പോസിറ്റും തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടനസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും വരുന്നത് ഏതിലാ, സൈനിലല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ സൈൻ എടുത്തു, സൈൻ 30 അല്ലേ. ഇവിടെ ആംഗിൾ എത്രയാണ്, സൈൻ 30 അല്ലേ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നതിന് പകരം എന്താണ്, സൈൻ 30. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് ആരാണ് ഇവിടെ, BC ബൈ AC. ക്ലിയർ ആണോ? ഇനി അതിൻ്റെ വാല്യൂസ് കൊടുക്കാം. നമുക്കറിയാം സൈൻ 30ൻ്റെ വില എത്രയാണ്, 1/2. സൈൻ 30ൻ്റെ വില 1/2. BC എത്രയാണ് ഇവിടെ, BC നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ACയുടെ വില എത്രയാണ്, 10. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ 10ന് നേരിട്ട് ഇങ്ങോട്ട് കൊടുക്കാം അല്ലേ. ഡിവിഷനുള്ള 10 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, × 10 ആവും. ഞാൻ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ 10ന് ഇങ്ങോട്ട് കൊടുത്തു, 2ന് ഇങ്ങോട്ടും കൊടുത്തു. അപ്പോൾ 1 × 10 = BC × 2.
ഈ 2നെ ഇൻറ്റു ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ബൈ 2 ആവും. അപ്പോൾ BC എന്ന് പറയുന്നത് എത്ര കട്ട് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. മനസ്സിലായ? ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എന്താ 1/2 BC/10 എന്നല്ലേ? ഈ 10നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പോൾ എന്ത് വരും 1/2 × 10 സമം BC. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും 5. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി AB, അടുത്ത വശം ഏതാ കണ്ടുപിടിക്കേണ്ടത്? AB ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? AB എന്ന് പറയുന്നത് ഏതാ? അഡ്ജസൻ്റ് ആണ്. AB എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ആണ്. അഡ്ജസൻറ്റിൻ്റെ കൂടെ നമുക്ക് ഹൈപ്പോട്ടനസ് ചെയ്യാം. അഡ്ജസൻറ്റിൻ്റെ കൂടെ ഇപ്പോൾ ഓപ്പോസിറ്റ് കിട്ടി എത്രയാണ്? 5. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, തന്നിട്ടുള്ള ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ അഡ്ജസൻറ്റും എടുത്ത് ഹൈപ്പോട്ടനസും എടുത്തു. അഡ്ജസൻറ്റും ഹൈപ്പോട്ടനസും. അപ്പോൾ നോക്കാം, അഡ്ജസൻറ്റും ഹൈപ്പോട്ടനസും വരുന്നത് ഏതിലാ? കോസിലല്ലേ? അപ്പോൾ കോസ് തീറ്റയ്ക്ക് പകരം നമുക്കിവിടെ എത്രയാണ് ആംഗിൾ? 30 ഡിഗ്രിയാണ് അല്ലേ? 30 ഡിഗ്രി സമം കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസൻറ്റ് ആരിവിടെ? AB. അഡ്ജസൻറ്റ് ആരാണ്? AB. ഹൈപ്പോട്ടനസ് ആരാണ്? AC. ഹൈപ്പോട്ടനസ് ആരാണ്? AC. കൊടുത്തു. കോസ് 30ൻ്റെ വില എത്രയാണ്? √3/2. അത് കൊടുത്തു. AB-യുടെ വില നമുക്കറിയോ? AB ആണ് കണ്ടുപിടിക്കേണ്ടത്. AC-യുടെ വില അറിയാം 10. അപ്പോൾ ഈ ബൈ 10 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ എന്തായി? ഇൻറ്റു 10 ആയി. ഡിവിഷനുള്ള 10 ഇങ്ങോട്ട് പോയപ്പോൾ എന്തായി? ഇൻറ്റു 10 ആയി. ഈ 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 എന്ന് കിട്ടി. 5√3. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5√3. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 വാല്യൂം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി? 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ട്രിഗണോമെട്രി അറിയാത്ത ആളുകളാണെങ്കിൽ ഇതൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. സൈന്, കോസ്, ടാൻ എന്താണ്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു ട്രയാങ്കിൾ തരുമ്പോൾ അതിനകത്ത് ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും അഡ്ജസൻറ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അതിനുശേഷം നിങ്ങളോട് ഇപ്പോൾ BC ആണ് ചോദിച്ചത് അല്ലേ? BC ചോദിച്ചാൽ BC എന്ന് പറയുന്നത് ആരാണ്? ഓപ്പോസിറ്റ്. തന്നിട്ടുള്ള വശം ഏതാണ്? ഹൈപ്പോട്ടനസ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും ബന്ധപ്പെട്ട് വരുന്നത് ആരാണെങ്കിൽ സൈൻ അല്ലേ? അപ്പോൾ സൈനാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി സൈൻ തീറ്റയ്ക്ക് പകരം ഏതാ കൊടുക്കേണ്ടത്? 30 ആണെന്ന് മനസ്സിലായി. അപ്പം 30 കൊടുക്കുക. ഓക്കെ, ഇനി സൈൻ 30 ആണെങ്കിൽ സൈൻ 30ൻ്റെ വില ഇവിടെ നിന്ന് എടുത്ത് എഴുതുക. എത്രയാണ്? 1/2 ആണെന്ന് എഴുതാം. അപ്പോൾ സൈൻ 30ന് പകരം ഇതൊന്ന് കൊടുക്കണം 1/2. ഓപ്പോസിറ്റ് തന്നിട്ടില്ല, ഹൈപ്പോട്ടനസ് എത്രയാണ്? അതിൻ്റെ വാല്യൂ കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ക്രിയ ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ഫസ്റ്റ് 9 ഈവൻ നമ്പേഴ്സ്. ഫൈൻഡ് ദ മീഡിയൻ. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ഫസ്റ്റ് 9 ഈവൻ നമ്പർ അല്ലേ? ആദ്യത്തെ 9 ഈവൺ നമ്പറിലെ മീഡിയൻ കണ്ടുപിടിക്കാനാണ്. വളരെ സിമ്പിളാണ്. ആദ്യത്തെ 9 ഈവൺ നമ്പർ എഴുതി വെക്കുക. ആദ്യം തുടങ്ങുന്നത് 2-ലല്ലേ? ഇരട്ട സംഖ്യ തുടങ്ങുന്നത് 2-ൽ. 2, 4, 6, 8, 10, 12, 14, 16, 18, 9 എണ്ണായില്ലേ? അപ്പോൾ അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മിഡിൽ വരുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. മിഡിൽ വരുന്നത് ആരാണ്? 10 ആണ്. 10 ആണ് ഇതിലെ മീഡിയൻ എന്ന് പറയുന്നത്. എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ 4 മാർക്കായിരുന്നു, 4 ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് എത്ര മാർക്കിൻ്റെ? 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ 8 മാർക്ക് ഈ ഫസ്റ്റ് ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ 4 നമുക്ക് ആകെ 3 ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ എത്ര മാർക്ക് കിട്ടി? 6 മാർക്ക് കിട്ടി. മനസ്സിലായ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങളെ നോട്ട്ബുക്കിൽ, പ്രത്യേകം വേറെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഇനിയും ഇതുപോലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുന്ന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാം, അതുപോലെ കമൻറ്റും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക്